അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം. അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്കാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. ഇവരുടെ 4-ാം ഭാവത്തിൽ ഒരു ഗ്രഹങ്ങളുടെ യോഗം, ബുധ, ശുക്രാദി, സൂര്യൻ മുതലായിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു യോഗം ഉണ്ട്. ഇത് സംബന്ധിച്ച് നോക്കിയാൽ ചില അനുഭവങ്ങളിൽ ഓഫീസ് മാറ്റം വരുത്തേണ്ടി വരിക. അത് സ്വന്തമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അതല്ല അവരവരുടെ പ്രവർത്തന മേഖല ഒന്ന് മാറി മറ്റൊന്നിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരിക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലും ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നുകൂടും. അതുപോലെ തന്നെ വീടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ വേണ്ടത്ര ബാലൻസ് ചെയ്യാൻ പ്രയാസം വരും. അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അതുപോലെ നമ്മുടെ സ്ഥലം, ഭൂമി, പ്രോപ്പർട്ടി മുതലായിട്ടുള്ള കാര്യങ്ങൾ, വാഹനം, ഇതൊക്കെ സംബന്ധിച്ച് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കും. അത് വിൽക്കുക, ക്രയവിക്രയം ചെയ്യുക എന്ന് മറ്റൊന്ന് സ്വീകരിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വീടിന് വേണ്ടി വരുന്ന പണി അഥവാ അതിൻ്റെ നവീകരണം സംബന്ധിച്ചുള്ള ചിലവുകളൊക്കെ കുറച്ച് കൂടിയെന്നിരിക്കും. എന്നാൽ ഇത് ദീർഘകാലത്തേക്ക് ഒരു നേട്ടമുണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കാം. അതിൽ നിന്ന് ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു നഷ്ടമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ആരോഗ്യപരമായിട്ട് മനസ്സിന് ഉത്കണ്ഠ കുറച്ച് കൂടുതലാകും. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ആയതുകൊണ്ട് ചില നെഞ്ചരിച്ചിൽ പോലെയുള്ള അസുഖങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് മാതൃഭാവത്തിൽ ഉള്ളവരുമായിട്ടുള്ള ബന്ധം കൂടുതലാകും. അവരുടെ അനുഗ്രഹം, മാതാമഹി, മുതലായിട്ടുള്ള ആ ബന്ധത്തിൽ വരുന്നവരുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വീട്ടിൽ ദാമ്പത്യത്തിലും മറ്റും ചില സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകും. ചില പഴയ കുടുംബ വിഷയങ്ങൾ സംസാരത്തിൽ വീണ്ടും ഉയരും. അത് സംബന്ധിച്ച് വാഗ്വാദങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ചൊരു സഹന ശക്തിയോടുകൂടി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നേരിടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തിങ്കളാഴ്ച ദിവസം ശിവദർശനം നടത്തുക, ശിവന് ധാര നടത്തുക, പ്രത്യേകിച്ച് പാലുകൊണ്ടുള്ള ധാര നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്.